പഹൽഗാമിന് ശേഷം ദേശവിരുദ്ധത ഇൻസ്റ്റഗ്രാമിലൂടെ പ്രചരിപ്പിച്ച ഇന്ത്യൻ സൈന്യത്തെ അധിക്ഷേപിച്ച യുവാവിനെ കുടുക്കി ഇടുക്കി സൈബർ പോലീസ്. മലപ്പുറത്ത് നിന്നുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഏറനാട് കാരക്കുന്ന് സ്വദേശി ചെറുകാട്ട് വീട്ടിൽ മുഹമ്മദ് നസീമാണ് അറസ്റ്റിലായത്. ഇന്ത്യൻ സൈന്യം പാവങ്ങളെ കൊല്ലുന്നുവെന്ന് പോലും വ്യാജ പ്രചരണം വന്നു. ഇസ്രായേലിലെ ക്രൂരതയ്ക്ക് മുകളിലാണ് ഇതെല്ലാമെന്നും വിവരിക്കുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് നൽകിയത്. തുടർന്ന് തെളിവുകൾ വിലയിരുത്തിയാണ് അറസ്റ്റിലേക്ക് പോലീസ് കടന്നത്. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ സംസ്കാര ചടങ്ങിന്റെ വീഡിയോയ്ക്ക് താഴെ ഇന്ത്യൻ സൈന്യത്തെ അധിക്ഷേപിച്ച് മോശമായി അഭിപ്രായ പ്രകടനം നടത്തിയ കുറ്റത്തിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇടുക്കി സ്വദേശി നൽകിയ പരാതി പ്രകാരമാണ് അറസ്റ്റ്. ജനങ്ങളെ മതം, ജാതി, ഭാഷ എന്നിവകളുടെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാനും ശത്രുത പടർത്താനും ശ്രമിച്ചുവെന്നാണ് എഫ്ഐആർ. സമാധാന അന്തരീക്ഷം തകർക്കുക എന്നതാണ് ഉദ്ദേശം. ഇന്ത്യൻ സൈന്യം കാശ്മീരിൽ ഇന്നുവരെ ആരെയും കൊന്നിട്ടില്ലേ? തീവ്രവാദി എന്ന ചോദ്യമുയർത്തി ഹമാസ് കൊന്നത് ചൊറിച്ചിലാണെങ്കിൽ അതും ചൊറിച്ചിലാണ്, അതിന് തിരിച്ചു കിട്ടി അണ്ണാക്കിൽ എന്ന് വിചാരിച്ച് ആഘോഷിക്കടെ തീവ്രവാദി എന്നതാണ് പ്രതിയുടെ ഒരു പരിഹാസ കമന്റ്. എങ്കിൽ അത്ര തന്നെ ഇതുമുള്ളൂ. ഇന്ത്യൻ സൈന്യം അങ്ങോട്ട് പോയി ചൊറിഞ്ഞു, തിരിച്ച് അണ്ണാക്കിൽ കിട്ടി ആഘോഷിക്കുകയെന്നും കമന്റിട്ടു. ഏപ്രിൽ 24-നും 26-നുമായിരുന്നു ഈ വിവാദ കമന്റുകൾ. ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അപ്ലൈഡ് സൈക്കോളജിയിൽ ബിരുദാനന്ത ബിരുദം നേടിയ വ്യക്തിയാണ് ഇയാൾ. നെറ്റ് യോഗ്യതയുമുണ്ട്. ഇടവണ്ണയിലെ സൈക്കോളജി ക്ലിനിക്കിൽ സൈക്കോളജിസ്റ്റാണ് ഇയാൾ. നിരവധി തീവ്രവാദ അനുകൂല കമന്റുകൾ ഇയാൾ മുൻപും ഇട്ടിട്ടുണ്ട്. ബംഗ്ലാദേശിനെയും മാറാടിനെയും വരെ കൂട്ടുപിടിച്ചുള്ള ഭീകരതയാണ് ഇയാൾ പ്രചരിപ്പിച്ചിരുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ സംസ്കാര ചടങ്ങിന്റെ വീഡിയോയ്ക്ക് താഴെ ഇന്ത്യൻ സൈന്യത്തെ അധിക്ഷേപിച്ച് മോശമായി അഭിപ്രായ പ്രകടനം നടത്തിയത് സമാനതകളില്ലാത്തതാണ്. പ്രകോപനപരമായ 5ഓളം കമന്റുകൾ ഇയാൾ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിൽ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മലപ്പുറത്ത് നിന്നുമാണ് പ്രതിയെ പിടികൂടിയത്. അങ്ങോട്ട് കയറി ചൊറിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് കിട്ടുന്നതെന്നും ചൊറിച്ചിലിന് തിരിച്ചു കിട്ടിയെന്ന് വിചാരിച്ച് ആഘോഷിക്കും എന്നുമുള്ള കമന്റാണ് കൂടുതൽ വിനയായത്. യുവമോർച്ച പ്രവർത്തകൻ അഭിജിത്ത് ജിജി നൽകിയ പരാതിയിലാണ് നടപടി. ഭാരതീയ നിയമ സംഹിതയിലെയും കേരള പോലീസ് ആക്ടിലെയും വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാനും ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത, സുരക്ഷ എന്നിവയെ അപകടപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടും കൂടിയാണ് പ്രതി സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപിന്റെ നിർദ്ദേശാനുസരണം DCRB DYSP KR ബിജുവിന്റെ മേൽനോട്ടത്തിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ VA സുരേഷും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.